ഈ വഴി നമുക്ക് കയറി നോക്കാം. വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മളൊരു സ്ഥലം പ്ലാൻ ചെയ്യും, എന്നിട്ട് അവിടെ പോവും, അവിടുത്തെ വിഷ്വൽസ് ഒക്കെ എടുക്കും, നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും, എല്ലാ സ്ഥലത്തിനെ പറ്റിയുള്ള ഹിസ്റ്ററി കാര്യങ്ങളും പറയും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനത്തെ പ്ലാനുകളൊന്നുമില്ല. അതെന്താണെന്നുള്ളത് നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്. ആരും നോക്കി വണ്ടിയിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. മൂടിക്കെട്ട് അന്തരീക്ഷമാണ്, എപ്പോഴാണെങ്കിലും മഴ പെയ്യാനുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ മഴയത്തും കൊണ്ടുപോകാനുള്ള കേസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓഫാക്കി വെക്കാനുള്ള ഓപ്ഷൻ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പള്ളിത്തോട് എന്നുള്ള സ്ഥലത്താണ്. ഈ ഒരു സ്കൂട്ടറിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിയ ഏരിയ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഈ പോണ വഴിക്കുള്ള ഈ ഒരു ഭംഗിയാണ് സ്ഥലം കൂടി കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പ്രത്യേകിച്ചൊരു സ്ഥലം പ്ലാൻ ചെയ്തതാണ് ഈ ഒരു യാത്ര. അതെന്തുകൊണ്ടാണെന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോവാം. കേരള വ്ളോഗിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം മുഴുവൻ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കേരള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ ആഗ്രഹം കേരളത്തിലുള്ള എല്ലാ കാഴ്ചകളും നമ്മുടെ ചാനലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതിൽ നമ്മൾ തുടങ്ങിയാണ്. ഇതെവിടെ ചെന്ന് തീരുമെന്നാൽ ഇതെങ്ങനെ അവസാനിക്കുമെന്നൊന്നും നമുക്കറിയില്ല. കേരളം ഫുള്ള് നമ്മൾ യാത്ര ചെയ്യും. എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ വരും. ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഒരു ഭാഗത്തേക്ക് നമ്മുടെ മറ്റേ നെൽക്കോഴി നിൽപ്പുണ്ട് കേട്ടോ. ഒരു വയലറ്റ് കളറിലെ കോഴിയാണ് സംഭവം. ഇത് ആ ഭാഗത്ത് മുഴുവൻ ആ സാധനമാണ്. എത്രത്തോളം കിട്ടണമെന്ന് അറിയില്ല. പ്രത്യേകിച്ചൊരു പ്ലാനില്ലാതെ പോകുന്ന വീഡിയോകൾക്ക് ഭംഗിയോട് വന്നാണ് ചില വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ കാണുന്ന റൂട്ടാണ് നമ്മളത് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ റൂട്ട് പിടിക്കാൻ കാരണം ഈ റൂട്ടിൽ കുറച്ച് ഭംഗിയുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു ടൂ വീലറിൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസുള്ള വീഡിയോ ആയിരിക്കും ഇത്. ഒരു സൈഡിൽ കടലും അപ്പുറത്തെ സൈഡിൽ അവിടുത്തെ ഗ്രാമകാഴ്ചകളൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു റൈഡായിരിക്കും ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോവാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ. ലെഫ്റ്റ് സൈഡിൽ കമ്പാവൽ സെറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടി കണ്ട. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് മല്ലിൽ ഒരുപാട് കമ്പോലകൾ വെച്ചിട്ടുള്ള രീതിയിലാണത്. പോണ വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് കമ്പോലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കായൽ, ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ദേശാടന പക്ഷികളൊക്കെ ഒരുപാട് വന്ന് ഇറങ്ങുന്നത് വെറ്റ്ലാൻഡുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ കൂടി വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊക്കെ അത് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ കൂടിയൊക്കെ നിങ്ങൾക്ക് പാസ് ചെയ്ത് പോകാൻ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം. ആ കാണുന്ന പാലത്തിൽ കൂടി കയറി നമുക്ക് അന്ധകാരനഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അന്ധകാരനഴി ബീച്ചും കാര്യങ്ങളും നമ്മൾ എന്തായാലും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഒരുപാട് റിപ്പീറ്റ് ആയി പോകും. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ നമ്മൾ അന്ധകാരനഴി ബീച്ചാണ് കാണിച്ചിട്ടുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ മഴക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എപ്പോഴെങ്കിലും മഴ പെയ്യാന്നുള്ള കണ്ടീഷനാണ്. മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കണം. നമ്മളങ്ങനെ തീരദേശ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. അന്ധകാരനഴി ബീച്ചിൻ്റെ മുന്നിലെ പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത യാത്രയിലോട്ട് പോകാൻ. ലൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്ന വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും.
അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് പറഞ്ഞാൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും മഴയൊക്കെ കണ്ട് ഒരു ചായ കുടിച്ച് പതുക്കെ റെസ്റ്റ് ആയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പോട്ട്. ചായ കുടിയൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം മഴയുള്ളതുകൊണ്ട് ക്യാമറ ഓഫ് ആയിരുന്നു. അത് കാര്യമില്ല, അതൊരു തിരക്കില്ലാത്തൊരു ഏരിയ നോക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം കടലുകൂടി കാണണം. ഈ കാണുന്നതൊരു ബീച്ചാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളിവിടെ നിൽക്കുന്നില്ല. കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് നോക്കാം. ഈ വഴി നോക്കി കയറി നോക്കാം. നമ്മൾ കുറച്ച് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ ടൈമൊക്കെ ഒരു സ്പെൻഡ് ചെയ്തിരുന്നു. നമ്മൾ അതിൻ്റെ ഇടക്കോട്ട് ക്യാമറ ഇട്ടൊന്നും പോകില്ല. നമുക്ക് അടുത്ത സ്പോട്ട് നോക്കാം. കുറച്ചുകൂടി ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പോട്ട് കൂടി ഉണ്ട്. കാണുന്ന റോഡിലോട്ട് നമുക്ക് കയറാം. നമ്മൾ ദീപുടി ചെയ്തപ്പോൾ അവിടെ കണ്ട അതേപോലെ തന്നെ കേട്ടോ ഇതും. ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നമുക്ക് എന്തായാലും നേരെ പോവാ, കടല് കാണുക. കടൽ അത്യാവശ്യം നല്ല രീതിക്ക് കൂടുതലാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും താഴത്തോട്ട് ഇറങ്ങി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. ഈ ഒരു ഭാഗം നമ്മുടെ ഒരു ലക്ഷദ്വീപിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗം കാണുമ്പോൾ തോന്നുന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തൈക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്. നമുക്ക് ആ ഒരു ബീച്ചും കൂടി നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തൈക്കൽ ബീച്ചിലേക്ക് എത്തി. സാധാരണ നമ്മളിവിടെ വന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതലും ഫിഷ് ചെയ്യണതൊക്കെ കാണാറുണ്ടായി. ചെറിയ വെള്ളത്തിൽ പോയിട്ട് വരും ഫിഷ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് കടൽ കൂടുതലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് ബോട്ടും കാര്യങ്ങളൊന്നും ഇത്ര ഇറങ്ങിയിട്ടില്ല. ആ മൂടിയിട്ട് അങ്ങനെ ചെമ്മീനെ പിടിക്കുന്ന വലയാണ് കേട്ടോ. ഈ കാണുന്ന വഞ്ചിയിലാണ് അവർ പോണത്. വലയൊക്കെ ഇട്ട് അവർ ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇരിക്കും ഈ വലയുമായിട്ട് വലിച്ചിട്ട് വീണ്ടും കരയിലേക്ക് വരും. അതുപോലെ ഈ കാണുന്നത് വെറുതെ വടി കുത്തി വെച്ചേക്കണല്ലട്ടാ, അവര് വലയിട്ടിട്ട് ചെമ്മീനെ വേർതിച്ചെടുക്കാനുള്ള ഒരു കാര്യത്തിനുകൊണ്ട് വെച്ചിട്ടുള്ളതാണത്. ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ചത് കേരളം തന്നെയാണെന്നുള്ളത്. അതേപോലെ അത്രക്ക് ഭംഗിയുള്ള വ്യൂകളാണ് ഇവിടെ നമുക്ക് വന്നാൽ കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ സ്കൂട്ടറിലൊക്കെ പോണത്. പക്ഷെ ഇനിയുള്ള യാത്രകൾ മുമ്പോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ബസ്സിലായിരിക്കും, ട്രെയിനിലായിരിക്കും, ഇപ്പോൾ ഫുള്ള് നടപ്പായിരിക്കും. ഇവിടെ കല്ലടിക്കിട്ടൊക്കെ ഉണ്ടാവും ഓരോ ഭാഗത്ത്. വേണ്ടില്ലോ ഇങ്ങനെ അടിക്കിട്ടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലെയർ ഇങ്ങനെ നേരെ അടിക്കിട്ടുണ്ട്. അടുത്ത ഗ്യാപ്പ്, പിന്നെ അടുത്ത ലെയർ, അങ്ങനെ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലടിച്ച് കയറുന്ന അതിന്റെ ശക്തി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ ഗ്യാപ്പ് ഇട്ട് ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടനാട് പോകാനായിട്ടാണ്. കുട്ടനാട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്തായിരിക്കും പോണത്. നാളെ ആയിരിക്കും നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നത്. മിക്കവാറും കുട്ടനാടായിരിക്കാനാണ് ചാൻസ്. ശരിക്കും നമ്മുടെ അർത്തുങ്കൽ ബീച്ചിനും നമ്മുടെ അന്തകാരനഴി ബീച്ചിൻ്റെ ഒക്കെ നടുക്കായിട്ട് വരുന്നുണ്ട് ഈ ഒരു ബീച്ച്. ആൾക്കാരൊക്കെ പരിപാടികളോ ഒന്നുമില്ല, നല്ല സൈലൻ്റായിട്ടുള്ളൊരു ബീച്ചാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇവിടെ ആരുമില്ല. ഈ പരിസരത്തുള്ള കുറച്ച് ആൾക്കാരും വളരെ കുറച്ച് ആൾക്കാർ ഈ ഒരു ബീച്ചിലുള്ളത്. അടിപൊളിയാണ്, ബ്യൂട്ടിയാണ്, ബ്യൂട്ടി.
ഒരുപാട് നാളത്തെ പുഴുങ്ങലിന് ശേഷം നമ്മൾ നനഞ്ഞാൽ സെറ്റാക്കിയിരിക്കുകയാണ്. ഫുള്ള് മഴ കിട്ടി. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.